കാണണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് കാണിച്ചു തന്നതായിരിക്കും, എനിക്കൊരു വിളി കിട്ടിയതായിരിക്കും. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുക്കാൻ വേണ്ടി ടോക്കൺ എടുത്തു, മേളിൽ പോയി ഞാൻ എടുത്തു, ഉടമ്പടി എടുത്തു, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5:30 എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ രാവിലെ എണ്ണിക്കുന്നൊരു ടൈപ്പല്ല. അപ്പോൾ പക്ഷേ ഞാൻ ധൈര്യമായിട്ട് എടുത്തു. എന്തായാലും സാരമില്ല, എനിക്കിനി വേറെ വഴികളില്ല, എൻ്റെ മുന്നിലൊന്നുമില്ല, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പോയി, എല്ലാവരും എന്നെ വിട്ടുപോയി. ഞാൻ ഒറ്റയ്ക്കായി ജീവിതത്തിൽ, ആരുമില്ല, എൻ്റെ അപ്പനും അമ്മയും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മാതാവിനെ വേണം, കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിന് വേണ്ടി എന്തും ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഉടമ്പടി എടുത്തു. ഇന്ന് ദിവസം വരെ കറക്റ്റായിട്ട് ഞാനത് മുന്നോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. 5:30 പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ഡെയിലി ബ്രെഡ് കേൾക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ അച്ഛൻ്റെ വചനങ്ങൾ ഞാൻ എഴുതിയിടാറുണ്ട്, പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ശുശ്രൂഷ ഒരു ഞായറാഴ്ച പോലും ഞാൻ ശുശ്രൂഷ മുടക്കാതെ ഞാൻ പോകുന്നുണ്ട്. ഞാൻ കുർബാന കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്ത്. അല്ല, അത് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു വിഷമമാണ് ഉള്ളിൽ, പിന്നെ ഒരു സങ്കടമാണ്. എനിക്ക് എന്തോ ഒരു കംപ്ലീഷൻ ഇല്ല ആ ഒരു ദിവസത്തേത്. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തു. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് ഓഗസ്റ്റിലെ എക്സാം. അതായത് ഞാൻ ഏപ്രിലിൽ വന്ന് ഉടമ്പടി എടുത്തു, എനിക്ക് ഓഗസ്റ്റിൽ അടുത്ത എക്സാമാണ്, സെക്കൻഡ് ഇയറിൻ്റെ എക്സാമാണ്. അപ്പം 9 വട്ടം ഞാൻ എഴുതി. 9 വട്ടം സെക്കൻഡ് ഇയർ എഴുതിയിട്ട് 4 സബ്ജക്റ്റ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് എനിക്കിനി അറിയത്തില്ല, ഞാൻ എന്തായാലും പോവുക, ഈ പ്രാവശ്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നെന്നുള്ള രീതിയിൽ ഞാൻ പോയി. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒന്ന് നോക്കി, ഒന്നുകൂടെ ഞാൻ പഠിച്ചിട്ടേ പോയി. പക്ഷേ എന്നാലും എനിക്ക് വലിയ വിശ്വാസമില്ല. എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് നടന്നു. ഉടമ്പടി കാശിരൂപം എൻ്റെ കഴുത്തിൽ, എൻ്റെ മാലയിലുണ്ടായിരുന്നു. അത് ഇട്ടുകൊണ്ടേ ഞാൻ എക്സാമിന് പോകത്തുള്ളായിരുന്നു. ഉപ്പ് ഞാൻ കരുതുമായിരുന്നു. ചെക്കിങ്ങൊക്കെ ഉണ്ട് എക്സാം ഹാളിൽ, പക്ഷേ എന്നാലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഉപ്പ് ഞാൻ ഒളിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ അവിടെ ചെന്നു ആരും കാണാതെ ഞാൻ ഉപ്പ് ടേബിളിൽ വെതറി. അപ്പം ഞാൻ എക്സാം എഴുതി, എല്ലാം നല്ലതായിട്ട്, മീൻസ് ഒരുവിധം നന്നായിട്ട് എഴുതാൻ പറ്റി. പക്ഷേ എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പേടിയുണ്ട്. 4 സബ്ജക്റ്റാണ്, എഴുതാനും 4 എണ്ണം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പേടിയുണ്ട്, ഒരെണ്ണം പോയി കഴിഞ്ഞാൽ തീർന്ന്. അപ്പം പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥന ഞാൻ മുടക്കിയില്ല. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ 18 റിസൾട്ട് വന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് നവംബറിൽ റിസൾട്ട് വരത്തുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ടു, നവംബറിന് ഇട്ടു. പക്ഷേ എനിക്ക് ഒക്ടോബർ 18 എനിക്ക് 4 എണ്ണവും ഒരുമിച്ച് ഒറ്റയടിക്ക് പാസ്സായി. അത് സെക്കൻഡ് ഇയർ, എനിക്കറിയത്തില്ല എന്തോ സംഭവിച്ചതെന്ന്, ഒറ്റയടിക്ക് 4 എണ്ണം പാസ്സായി. എൻ്റെ കൂടെ ഉള്ളവർ, ഒരു സബ്ജക്റ്റ് ഉള്ളവർ പോലും എൻ്റെ കൂടെ ഈ പ്രാവശ്യം എഴുതാനുണ്ടായിരുന്നു, അവർക്ക് പോലും അത് കിട്ടിയില്ല. 2